Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Thursday. Good afternoon, ma'am. Okay, good afternoon. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് നിഷ മിസ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കിട്ടിയായിരുന്നു അല്ലേ? എല്ലാവരും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാഡം. നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്, അവർക്കുടെ റോൾ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള ഈ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓൾറെഡി ടീച്ചർ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നമുക്ക് അതിനകത്ത് ചാപ്റ്റേഴ്സ് ടോട്ടല് 52 ചാപ്റ്റേഴ്സ് ആണ്. അത് 4 മൊഡ്യൂളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളില് 35 ചാപ്റ്ററും നെക്സ്റ്റ് തേർഡ് ഫോർത്തില് 17 ചാപ്റ്റേഴ്സും ആണ് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഓരോ മൊഡ്യൂൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് ടീച്ചേഴ്സ് ഇത് ഡിവൈഡ് ചെയ്തെടുത്തേക്ക് ചെയ്യുന്നത്. ഇതിപ്പോ എക്സാം ഒക്കെ ഒരുമിച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഈ ചാപ്റ്റേഴ്സിനെ നിങ്ങളും ഒരാളെ തന്നെ എപ്പോഴും കണ്ടിരുന്നത് നിങ്ങൾക്കും ആകും. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഈ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തെടുത്തേക്കാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനും ഓരോ നോട്ട്ബുക്ക് കരുതി വെക്കുക. അപ്പൊ നമുക്ക് ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഫോളോ ചെയ്ത് പോരാനും നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഏത് ചാപ്റ്റർ ആണ് എടുത്തതെന്ന് അതൊക്കെ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഓരോ ടീച്ചേഴ്സിനെ ഫേസ് ചെയ്തിട്ട് ഓരോ നോട്ട്ബുക്ക് എടുത്തു വെക്കുക. ഓക്കെ, ഇനി ഞാൻ എന്റെ പേര് പറയാം, രമ്യ. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ഹോസ്പിറ്റൽ, എന്താണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിൽ നൽകിയ ഡെഫിനിഷൻ എന്തൊക്കെയാണ്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് ചാപ്റ്റർ തന്നെയാണ് വരുന്നത്, ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റേജിലേക്ക് ഹോസ്പിറ്റൽ എന്നൊരു സ്റ്റേജിലേക്ക് ഈ ഹോസ്പിറ്റൽ വളർന്നു വന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഹിസ്റ്ററി ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ആ 2 ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്തത്. അതൊക്കെ ജനറൽ ആയിട്ടുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാങ്ക് ആണ്. അത് മുതലാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കടക്കുന്നത് കേട്ടോ. പിന്നെ അതിനകത്ത് പുറകെ റേഡിയോളജി, CSST അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചൊക്കെയാണ് ഓരോ ചാപ്റ്റേഴ്സും ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പറയുന്നത്. അതൊക്കെ നെക്സ്റ്റ് അതിനെ ഫോളോ ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ എന്തായാലും വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ എന്താ മനസ്സിലാക്കിയിരുന്നത്, എന്താണ് ഈ കോഴ്സ്, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിലെ ഒരു ജോലിക്ക് ശ്രമിക്കുകയാണ്. ഹോസ്പിറ്റലിലെ ജോലിക്ക് ശ്രമിക്കുകയാണ്. അതായത് നമ്മൾ എന്താ പറയാ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് the skilled men and women help to organize and oversees the daily activities of a healthcare facilities. ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഓവറോൾ ആക്ടിവിറ്റീസിനെ കുറിച്ചും നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു നോളജ് ഉണ്ടാക്കി തരികയാണ് ഈ കോഴ്സിലൂടെ ചെയ്യുന്നത്. അപ്പൊ അതിന് ക്ലിനിക്കലായിട്ടും പല ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടും നമ്മൾ ഹോസ്പിറ്റലിലെല്ലാം സ്റ്റാഫിന് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ ഓവറോൾ ആക്ടിവിറ്റീസും ഇതിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, then it is responsible for managing overall activities of a hospital. ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും അതിനകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ 1 കൊടുക്കാം, ഇൻട്രൊഡക്ഷനിൽ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഈ പ്രിന്റഡ് നോട്ട് ബേസ് ചെയ്ത് പിന്നെ എക്സാമിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന്. ഇപ്പൊ ഡെഫിനിഷൻ ആയിട്ട് അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഓൺലി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങളോട് വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ ആണെങ്കിൽ നമ്മൾ പറയാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇൻട്രൊഡക്ഷനിൽ
അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷനിലേക്ക് പ്രിന്റഡ് നോട്ട് ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ ജനറൽ ആയിട്ട് 1-2 കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അത് തരാം കേട്ടോ. ഓക്കെ, ആരാണ് ഏതോ ഒരു മൈക്ക് ഓൺ ആണെന്ന് തോന്നുന്നു, ഭയങ്കര ഡിസ്റ്റർബൻസ്. ഒരു കാര്യം കൂടി പറയാനായിട്ട് ഇപ്പൊ തന്നെ 141 സ്റ്റുഡൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാൾക്കുടെ മൈക്ക് തന്നെ അത് മ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ മൊത്തം ഡിസ്റ്റർബൻസ് ചെയ്യും. ഇപ്പൊ തന്നെ 148 ആയി. ശരിക്കും 1 hour ആണ് ഒരു ക്ലാസ്. ഇപ്പൊ മിസ് അത് തീർക്കാനുള്ളത് കൊണ്ടാണ് ഇതുകൊണ്ട് ലൈറ്റ് ആയത് കൊണ്ടാണ്. നമുക്കപ്പോ എന്റെ ക്ലാസ്സിന്റെ ടൈം എന്ന് പറഞ്ഞാൽ 1 hour എന്ന് പറഞ്ഞാൽ വളരെ നമുക്കത് മാക്സിമം അത് തന്നെ കിട്ടിയാലാണ് നിങ്ങൾക്കും എന്താ പറയാ അത്രയും പ്രയോജനം ഉള്ളൂ ആ ക്ലാസ്. നമുക്ക് 1 മണിക്കൂറാണ്. അപ്പൊ അത് മാക്സിമം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ക്ലിയർ ആവുന്ന രീതിയിൽ ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് നിങ്ങളും അതിനൊന്ന് കോപ്പറേറ്റ് ചെയ്യുക. എന്തായാലും നമ്മളൊരു കോഴ്സ് അത് നമ്മൾ പറയാം. ഞാൻ ഇതിന്റെ ഫസ്റ്റ് നമുക്കൊന്ന് എഴുതാം. വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ഹെഡിങ് കൊടുക്കാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ചില കാര്യങ്ങള് എന്താ നമുക്ക് എന്തായാലും ഡിജിറ്റ് ചെയ്യണം നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട്. അപ്പൊ അത് ചിലത് ഞാൻ പറഞ്ഞു തരും. അത് നമ്മുടെ ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ പ്രത്യേകം ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം അതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 5ാം വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ എക്സാമിന്റെ ആണെങ്കിലും കഴിഞ്ഞ ബാച്ചിന്റെ ഒക്കെ എക്സാം ഒക്കെ ഇപ്പൊ കഴിഞ്ഞുള്ള മൊഡ്യൂൾ വൈസ് എക്സാമും ഫൈനൽ എക്സാമും ഒക്കെ കഴിഞ്ഞ് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് പ്രത്യേകം ഞാൻ നോട്ട് ചെയ്ത് വരും. അത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പൊ എന്തായാലും ക്ലാസ് നല്ല രീതിയിൽ നമുക്ക് ഇത് ലാസ്റ്റ് വരെയും കൊണ്ടുപോകണം. എല്ലാവരും ലൈവില് മാക്സിമം കയറുക കേട്ടോ. ലൈവില് ഫുള്ള് വരെയും കിട്ടിയ 2-3 കുട്ടികൾക്ക് ഫുള്ള് തന്നെ ഉണ്ട് എക്സാമിന്. പക്ഷെ നിങ്ങൾ എന്താ വെച്ചാൽ എക്സാം വളരെ ഈസിയാണ്. നമ്മൾ ഡെയിലി ആയിട്ട് ക്ലാസ് കാണുന്നവർക്ക് ഫുള്ള് മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അത്ര ടഫ് ഒന്നുമില്ല. ഇപ്പൊ ഇതുവരെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പ്രിന്റഡ് നോട്ട് ബേസ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഏതൊരു മൈക്ക് ഓൺ ആണ് മാം. ഭയങ്കര സംസാരമാണ് മാം. അത് ഓൾ മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഓൾ മ്യൂട്ട് ചെയ്യാനായിരിക്കും നല്ലത് മാം. അപ്പൊ പിന്നെ എന്താ ഞാൻ വൺ ആക്ട് പോലെ ഇവിടെ നിന്ന് പറയണം. ഇടയ്ക്ക് എനിക്കൊന്ന് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് അതിന്റെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഫുള്ള് മ്യൂട്ട് ഇട്ട് വെക്കാത്തത്. നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ആർക്കുടെ ഒരാൾക്കുടെ ആണെങ്കിലും മൈക്ക് മ്യൂട്ട് അല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കുക. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ ഒന്ന് എഴുതാം നമുക്ക്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹെഡിങ് കൊടുക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ is a process by which skilled men or women, WOMEN, skilled men or women help organize administration ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ശബ്ദം കേട്ടോ മാം കേക്കുന്നില്ല. സുലൈമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേജ് ആണ് ഓപ്പൺ ആയി കിടക്കുന്നത്. സുലൈമാൻ, നിങ്ങള് ഇത് മ്യൂട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ക്ലാസ് മര്യാദയ്ക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. പ്ലീസ് വീണ്ടും ഞാൻ പറയുകയാണ്, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടൈം തന്നെയാണ് പോകുന്നത്, അത് മനസ്സിലാക്കുക. നമ്മൾ എന്തായാലും പുതിയൊരു കോഴ്സില് വിമൻ ഹെൽപ്പ് ആദ്യം മുതലൊന്ന് പറയാമോ? ഒന്നും കേൾക്കുന്നില്ല. Hospital administration is a process by which skilled men
skilled men or women, 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 help, organize, and oversee, organize ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക, and oversee, OVERSWE, OVERSWE, overseas, മേൽനോട്ടം വഹിക്കുക. The daily activities of a healthcare facility. Hospital administration is a process by which skilled men or women help organize and oversees the daily activities of a healthcare facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ അതിനെ മേൽനോട്ടം വഹിക്കാനും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, മെന്നാവാം വിമനാവാം, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇൻക്ലൂഡ് മാനേജിംഗ് ദ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്ന ഉൾപ്പെടെ ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. Okay, activities of a healthcare facility. Next sentence, it is responsible for managing the various operations, മേഡം ഒന്നുകൂടെ പറയോ? മേഡം രണ്ടാമത്തെ responsible. മാം ഇത് റെക്കോർഡഡ് അവൈലബിൾ ആയിരിക്കുമല്ലോ അല്ലേ? റെക്കോർഡഡ്. ഓക്കെ, നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മാം ഇത് ഹോൾ ആയിട്ട് മ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കേൾക്കുന്നില്ല. It is responsible for managing the various operations of a hospital. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ തന്നതാണ്. ഇത് കാണാതെ ഒന്നും പഠിക്കണ്ട. എന്താണ് പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലിലുള്ള എല്ലാ ഓപ്പറേഷൻസും, എല്ലാ പ്രവർത്തനങ്ങളെയും ഓവറോൾ മാനേജ്മെന്റ് ചെയ്യുക. അത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഹോസ്പിറ്റലിലെ ഓവറോൾ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുക, അതിനെ ഓവർസീസ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് അതിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ്, ഒരു ഹോസ്പിറ്റല് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതിനും അതുപോലെ അതിന്റെ ബെറ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ബെറ്റർ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്താ പറയാ, വളരെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് വളരെ ക്ലിയർ ആയിട്ടും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആണ് പ്രവർത്തിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരാണ് ഹോസ്പിറ്റലിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിന്റെ ഒരു നല്ലൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്നവര്. ബേസിക്കലി ഒരു ഹോസ്പിറ്റലിന്റെ ബെറ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തത് ആരാ? അപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ബെറ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ബിക്കോസ് അവരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ്സ് ആണ്. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അവർക്ക്. നെക്സ്റ്റ് നമുക്ക് ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് എഴുതാം. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. Hospital administrator is a professional. Hospital administrator is a professional
is a professional who oversees the daily operations, oversees the daily operations of a hospital, oversees the daily operations of a hospital by planning എന്തൊക്കെ കാര്യങ്ങളാണ്? Planning, directing, and coordinating health services. Okay. Hospital administrator is a professional who oversees the daily operations of a hospital by എന്തൊക്കെ കാര്യങ്ങളാ? By planning, എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നത്, directing and coordinating health services. ഹെൽത്ത് സർവീസസ്. ഒരു ഹെൽത്ത് സർവീസസിലെ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും, പ്ലാനിങ്, അതിന്റെ ഡയറക്റ്റിംഗ്, അതിനെ കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പാകത്തിന് കഴിവുള്ള ഒരു പ്രൊഫഷണൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഈസ് എ പ്രൊഫഷണൽ. അദ്ദേഹം എന്താ ചെയ്യുന്നത്? Who oversees the daily operations of the hospital by planning. പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതിലൂടെ, അതിനെ ഡയറക്റ്റ് ചെയ്യുന്നതിലൂടെ, അതിനെ എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്യുക. അതൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് അല്ലെ? ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണലി ആണ് നമ്മള് എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ എന്തായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നേ? എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുക, പിന്നെ അവിടുത്തെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്, പല ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ ഹോസ്പിറ്റലില്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, പല റേഡിയോളജി, CSST, ബ്ലഡ് ബാങ്ക്, ഡയറ്ററി സർവീസ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. അങ്ങനെയുള്ള മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക? ഒരു നല്ലൊരു ഡയഗ്നോസ്റ്റിക്സ്, തെറാപ്പറ്റിക്, ജനറൽ, ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ആയിട്ട് എന്താണ് നമുക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ അതുകൂടാതെ ഇതിന്റെ ഒപ്പം തന്നെ അവർ പേഷ്യന്റ് കെയർ, പേഷ്യന്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതാണ് രോഗീ പരിചരണം, രോഗികളെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമുക്കൊന്ന് എഴുതാം. റോൾ ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്? ഓക്കെ, റോൾ ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ തന്നുള്ളൂ കേട്ടോ. ഹോസ്പിറ്റൽ ഫസ്റ്റ് 2 പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഷോർട്ട് ചെയ്താൽ തരുന്നുള്ളൂ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ are responsible for organizing and overseeing the health services. Organizing and okay, hospital administrators are responsible for organizing and overseeing. OVERSEEING. Overseeing ചെയ്യുന്ന വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. Overseeing the health services and daily activities of a hospital. Okay, അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും ഓർഗനൈസ് ചെയ്യുക, അതിനെയൊക്കെ ഒന്ന് ഓവർസീസ്, മേൽനോട്ടം വഹിക്കുക. ഇനി സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതാം, മാനേജ് സ്റ്റാഫ്. അവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, ഈ സ്റ്റാഫുകളെയൊക്കെ മാനേജ് ചെയ്യുക. മാനേജ് സ്റ്റാഫ് ആൻഡ് ബഡ്ജറ്റ്.
manage staff and budget, comma, communicate between departments, communicate between departments, and ensure adequate patient care, adequate, ADEQUATE, adequate patient care. മിസ് ഒന്നും കൂടെ പറയൂ. ഓക്കെ, മാനേജ് സ്റ്റാഫിനെയൊക്കെ മാനേജ് ചെയ്യുക, ആൻഡ് ബഡ്ജറ്റ് സ്റ്റാഫിനെയൊക്കെ മാനേജ് ചെയ്യുക. ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത് എന്തിന്റെ ബഡ്ജറ്റാണ്? അവിടെ ഹോസ്പിറ്റലിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ആൻഡ് ബഡ്ജറ്റ്, കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റ്സും ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അവർക്ക്, between departments, and ensure adequate patient care amongst AMONGST other duties. മറ്റുള്ള ഈ ഡ്യൂട്ടീസുകൾക്ക് ഒപ്പം തന്നെ എന്തുകൂടി ചെയ്യണം അവര്? പേഷ്യന്റ് കെയർ പറയൂ. adequate patient care amongst AMONGST other duties. മറ്റുള്ള ഡ്യൂട്ടീസിന്റെ ഇടയിലും ആ പേഷ്യന്റ് കെയർ അതുകൂടി അവരുടെ ഡ്യൂട്ടിയാണ്. പേഷ്യൻസിനെ നന്നായിട്ട് കെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, അങ്ങനെയുള്ളതിലൊക്കെ അതും അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. നമ്മൾ കോമൺ ആയിട്ട് ഇത് അറിയാൻ വേണ്ടി തന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മള് ഇൻട്രൊഡക്ഷൻ ഇതിന് മെയിൻ ആയിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് വന്നിട്ടില്ല. കുറച്ച് അതർ ഡ്യൂട്ടീസ്, മറ്റുള്ള ഡ്യൂട്ടീസിന്റെ ഇടയിലും പേഷ്യന്റ് കെയറും അവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ensure, ensure adequate patient care, ADEQUATE, adequate patient care amongst other duties. ഓക്കെ, അപ്പൊ ഈ മറ്റുള്ള ഡ്യൂട്ടീസിന്റെ ഇടയിൽ പേഷ്യന്റ് കെയറും അവര് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഈ ആളുകളെ, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നമ്മള് കേപ്പബിൾ ആക്കുന്ന, പ്രാപ്തരാക്കുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പ്രവർത്തിക്കുന്നവർ, അതിന്റെ പിന്നിൽ ഹോസ്പിറ്റലിന്റെ ഒരു സക്സസ്ഫുൾ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അവര് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ സർവീസ് കോർഡിനേറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ പ്ലാൻ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണലിയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താ? അദ്ദേഹം എന്തൊക്കെ ചെയ്യണോ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓവറോൾ ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ആയിട്ട് സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, ബഡ്ജറ്റ് മാനേജ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളോ ആയിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ മറ്റുള്ള ഡ്യൂട്ടി, ഈ പറയുന്ന ഡ്യൂട്ടീസിന്റെ ഒപ്പം തന്നെ എന്തുകൂടി വേണം? പേഷ്യന്റ് കെയറും കൊടുക്കണം, രോഗി പരിചരണവും ഇവര് ഉറപ്പാക്കണം. അപ്പൊ നേരത്തെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഫീൽഡ് ഹോസ്പിറ്റൽസിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാല് എല്ലാ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് തന്നെയുണ്ട്. ഈ ഒരു ഫീൽഡിലേക്ക് വളരെ അധികം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ അവൈലബിൾ ആണ്. എന്തായാലും നമ്മൾ ഉള്ളിടത്തോളം കാലം നമുക്ക് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഈ ഒരു കോഴ്സ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടിയേക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളെ എന്താണ് ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റ്സിലും, ഫ്രണ്ട് ഓഫീസ് മുതൽ പല ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ഇങ്ങനെ ജോലി ഇതാക്കണമെങ്കിൽ അവരെ 2-3 മാസമൊക്കെ ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് അവരെ ആ ജോലിയിലേക്ക് അവരെ കേപ്പബിൾ ആക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി കിട്ടും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2023 ഹെൽത്ത് സ്കീം അനുസരിച്ചിട്ട് തന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് ഹോസ്പിറ്റലിൽ പ്രിഫറൻസ് ഉണ്ട്. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് എന്താ പറയാ അത്രയും ഇപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുക. എല്ലാവരും ഫസ്റ്റ് ചാൻസിൽ തന്നെ അത് നിങ്ങൾ പേടിക്കേണ്ട. എക്സാംസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ക്ലാസ് റെഗുലർ ആയിട്ട് കാണുക. നിങ്ങൾക്ക് മാക്സിമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അത് അത്രയും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമ്മള് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന്റെ കൂടാതെ ഓരോ സെന്റൻസും നമ്മള് ക്വസ്റ്റ്യൻ എന്താ പറയാ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. എക്സാംസിനെ കുറിച്ചൊന്നും ആരും വറി ചെയ്യേണ്ട. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു പുതിയ കോഴ്സിലേക്ക് ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ എക്സാം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂള് കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും. അത് 60-ലായിരിക്കും, ഔട്ട് ഓഫ് 60-ലായിരിക്കും. ഇനി മെയിൻ എക്സാം പിന്നെ തേർഡും ഫോർത്തും കഴിയുമ്പോൾ വേറൊരു എക്സാം ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഒരു മോഡൽ ഉണ്ടാവും. പിന്നെ ഫൈനൽ. അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഫൈനൽ എക്സാം ഒക്കെ മോഡൽ എക്സാം ഒക്കെ 100-ലായിരിക്കും കേട്ടോ. 100-ലായിരിക്കും എല്ലാവർക്കും. ഇപ്പൊ കഴിഞ്ഞ എക്സാം എന്തോ കഴിഞ്ഞ മൊഡ്യൂള് ഇപ്പൊ എക്സാം ഇപ്പൊ കഴിഞ്ഞ ബാച്ചിന്റെ മൊഡ്യൂള് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം കഴിഞ്ഞുള്ളൂ. എല്ലാവരും പാസ് ആയിട്ടുണ്ട്. സിമ്പിൾ ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു പേടിക്കൊന്നും വേണ്ട. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നോക്കിയാലും നമ്മുടെ ഈ പ്രിന്റഡ് നോട്ട് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും നോട്ട് തരുന്നുണ്ടെങ്കിൽ ഓരോ ടീച്ചേഴ്സും തരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഒരു നോട്ട് പ്രത്യേകം ഞാൻ പറയുന്നത്. മാഡം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എത്ര മാർക്കിന് മാഡം ചോദിക്കണത് പരീക്ഷയ്ക്ക്? എത്ര മാർക്കിന് കിട്ടും? അത് ഇപ്പൊ ഒരു നമുക്ക് എന്താ ഇപ്പൊ 100-ലാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു 10 മാർക്കിനോളം ഒക്കെ വരാറുണ്ട്. അല്ല ഇപ്പൊ എന്റെ ആണെങ്കിൽ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ 4-5 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് പ്രീവിയസ് ഇയർ ഉണ്ടായിരുന്നു. അത് പ്രത്യേകം അങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമ്മൾ അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് പറയും ജസ്റ്റ് ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി എല്ലാവരും ഒരുമിച്ച് പഠിച്ചു പോവുകയല്ലേ. അപ്പൊ പ്രത്യേകം അത് പഠിക്കണ്ട. അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റ് ഒരു മിനിറ്റ് ഇതും കൂടി ഒന്ന് തീർത്തോട്ടെ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, നോക്കിയേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ കോഴ്സ് എന്ന് പറയുന്ന കുട്ടികൾക്ക് ഒരു നല്ലൊരു നോളജ് ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെ, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസ്, ക്ലിനിക്കൽ ആൻഡ് സപ്പോർട്ട് സർവീസ്, അതായത് നമ്മൾ പറയുക റേഡിയോളജി, ബ്ലഡ് ബാങ്ക്, CSSD അങ്ങനെയുള്ള സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചും ക്ലിനിക്കൽ ആയിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള ഒരു നോളജ് കുട്ടികൾക്ക് ഈ ഒരു കോഴ്സിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സ്മൂത്ത് ആക്കുന്ന ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലാകാം, റവന്യൂ സൈക്കിൾ മാനേജ് ചെയ്യുന്ന ഒരു റവന്യൂ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലാകാം, പിന്നെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, ഫ്രണ്ട് ഓഫീസ്, പിന്നെ പബ്ലിക് റിലേഷൻ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് മേഖലയിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് ഹോസ്പിറ്റൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്താണ്, ഇത്രയാണ് ആ ചാപ്റ്റർ 1 വരുന്നുള്ളൂ. അത് സിമ്പിൾ ആണ്, ഒരു പേജ് മാത്രമേ ഉള്ളൂ ചാപ്റ്റർ 1. ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ചാപ്റ്റർ 2 ഹിസ്റ്ററിയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് എത്തിയത് അതിനെ കുറിച്ചുള്ള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പീരീഡിലുള്ള ഹോസ്പിറ്റൽസും ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഇൻട്രൊഡക്ഷൻ ആണ്. ജസ്റ്റ് ഞാനിവിടെ നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 2 മുതൽ നിങ്ങൾക്ക് ഓൾവേസ് യൂഷ്വലി നിങ്ങൾക്ക് ഇതിന്റെ മോക്ക് ടെസ്റ്റ് വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് നമ്മളിപ്പോ ക്ലാസ്സിൽ ഓൾറെഡി കയറുന്നവർക്ക് എല്ലാവർക്കും അത് അറ്റൻഡ് ചെയ്യാൻ, അതായത് എല്ലാ ക്വസ്റ്റ്യൻസ് കിട്ടും എന്നുള്ളത് ഷുവർ പറയാണ്. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കപ്പോ എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ഇത് കഴിയുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഇംഗ്ലീഷ് വേർഡ്സ് ഹോസ്പിറ്റൽസ്, ഈ വേർഡ്സ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽ, ഹോട്ടൽ ആൻഡ് ഹോസ്പിസ്. ഹോസ്പിസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഹോസ്പിസ് സെന്റേഴ്സ്. അവിടെ എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ്
പ്ലസ് എന്റർടൈൻമെന്റ്. അതാണ് ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റും കൊടുക്കുന്നതാണ്. അപ്പൊ ട്രീറ്റ്മെന്റിനല്ല അവിടെ ഇപ്പൊ നമ്മള് വളരെ എന്താ പറയാ ഈ ക്രിറ്റിക്കൽ ആയിട്ടുള്ള സീരിയസ് ഇൽനെസ് ഒക്കെ വരുന്ന പേഷ്യൻസ്, അപ്പൊ ഇവർക്ക് ഇനിയിപ്പോ മെഡിസിൻ കൊണ്ട് പ്രത്യേകം കാര്യമൊന്നും ഇല്ല എന്നുള്ള ഷുവറുള്ള കേസുകളിലൊക്കെ അപ്പൊ അവർക്ക് മെഡിസിൻ അല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ഇനിയുള്ള കാലം, ശേഷിച്ച കാലം അവർക്ക് നല്ലൊരു എന്റർടൈൻമെന്റ്, മാനസികമായിട്ട് നല്ല സന്തോഷം കൊടുക്കുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഒപ്പം തന്നെ മരുന്നും പ്രൊവൈഡ് ചെയ്യുന്ന സെന്റേഴ്സ് ആണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ്, ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ അവിടെ എന്താണ് പ്രിഫറൻസ് എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ മരുന്ന് കൊണ്ട് മാറാൻ പറ്റില്ല എന്ന് ഓൾറെഡി അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാലം അവർക്ക് നല്ല കാര്യങ്ങള്, നല്ല മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന സെന്റേഴ്സ് ആണ് ഹോസ്പിസ് സെന്റേഴ്സ്. അപ്പൊ ഈ വേർഡ്സുകള് അക്കോർഡിംഗ് ടു എറ്റിമോളജി എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് ദ വേർഡ്സ്, ഭാഷാശാസ്ത്രപരമായിട്ട് സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് വേർഡ്സ് ആണ് എറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഷാശാസ്ത്രപരമായിട്ട് ഇത് ഏതാണ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നതാണ്. ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നതാണ് ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ്. ഓക്കെ, ഫസ്റ്റ് ക്ലിയർ ആയല്ലോ. ഈ വേർഡ്സുകളെല്ലാം ലാറ്റിൻ വേർഡായ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. The word having the opposite meaning, a guest or visitor. ഇതിനെന്താണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്നാണ് മീനിങ്. അല്ലെങ്കിൽ വൺ ഹു പ്രൊവൈഡ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഈ ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്ററിന് ലോഡ്ജിങ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആള് എന്നാണ് ഈ എന്താണ് ഹോസ്പസ് എന്ന് പറഞ്ഞ ഈ വേർഡിന്റെ മീനിങ്, ഗസ്റ്റ് ഓർ വിസിറ്റർ. Okay, from its gradual, a place where guest is received. From its gradual evolution through the 18th and 19th century, the hospital in the eastern and western world has come of age only newly during the past 15 years. അപ്പൊ ഈ 18th 19th സെഞ്ചുറിയിൽ ഉത്ഭവിച്ചിട്ടുള്ള ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഈ സംരംഭം ഇപ്പോ ഒരു ഫാസ്റ്റ് കഴിഞ്ഞ ഒരു 50 വർഷങ്ങളായിട്ട് അതൊരു പുതിയൊരു കോൺസെപ്റ്റിലേക്ക്, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ആശയത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഓക്കെ, സോ ദ കൺസെപ്റ്റ് here on so the concept of today's hospital, ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അത് എന്താണ് contrasting basically from the old idea of the hospital as no more than the place of the treatment of the sick. അപ്പൊ പണ്ട് എങ്ങനെയായിരുന്നു ഈ സിക്ക് ആയിട്ടുള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു ഹോസ്പിറ്റല്. പക്ഷെ ഇപ്പൊ ഒരു കഴിഞ്ഞ 15 years ആയിട്ട് അതിന്റെ ഒരു പുതിയൊരു കോൺസെപ്റ്റിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ പഴയ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ആശയത്തിൽ നിന്ന് ഇപ്പൊ ഒരു 50 വർഷങ്ങളായിട്ട് പുതിയൊരു ആശയത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പൊ നോക്കി, കറന്റ്ലി ദ ഹോസ്പിറ്റൽസ് ആർ നോട്ട് ജസ്റ്റ് സീൻ ആസ് ഹീലിംഗ് സെന്റേഴ്സ്. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ ഹീലിംഗ് സെന്റേഴ്സ് മാത്രമല്ല, രോഗശാന്തി നൽകുന്ന, അതാണ് ഹീലിംഗ് സെന്റേഴ്സ്. രോഗശാന്തി നൽകുന്ന ഒരു കേന്ദ്രങ്ങൾ മാത്രമല്ല ഹോസ്പിറ്റൽ, പക്ഷെ എന്തുകൂടിയാണ് but also as a place that actually promote healthful living. ഒരു ഹെൽപ്ഫുൾ ലിവിങ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മൾ അതിന്റെ മീനിങ് പറയുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം, ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞ ഹോസ്പിറ്റൽ, അപ്പൊ കഴിഞ്ഞ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ആവിർഭവിച്ച ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു സംരംഭം ഇപ്പൊ 15 years ആയിട്ട് ആ ഒരു പഴയ കൺസെപ്റ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു പുതിയൊരു ആശയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹീലിംഗ് സെന്റേഴ്സ് മാത്രമല്ല പറഞ്ഞേക്കുന്നത്, രോഗശാന്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഹീലിംഗ് സെന്റേഴ്സ് മാത്രമല്ല, അവിടെ എന്തും കൂടി ചെയ്യുന്നുണ്ട്, ഹെൽപ്ഫുൾ ആൻഡ് ബട്ട് ഓൾസോ ദ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽപ്ഫുൾ ലിവിങ്. ഒരു ഹെൽപ്ഫുൾ ലിവിങ്, ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്.
ഇനി നോക്കിയേ, the general public would prefer to visit hospital that offers many facilities rather than going to a hospital that only satisfy to the patient care. അല്ലേ? അങ്ങനെയല്ലേ നോക്കിയേ. ഇപ്പൊ ജനറൽ പബ്ലിക് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താ? ഒരു കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോകാനല്ലേ നമ്മള് അതിനല്ലേ പ്രിഫറൻസ് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ ജനറൽ പബ്ലിക് എന്താ ചെയ്യുന്നത്? ഒരു നല്ലൊരു ഫെസിലിറ്റീസ് ഉള്ള, ധാരാളം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനാണ് അവര് ജനറൽ ആയിട്ടുള്ള ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഏതിനേക്കായും rather than going to hospital that only satisfy to the patient care. ഒരു പേഷ്യന്റിന്റെ കെയർ അതിനെ അതിനെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കായും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കായും കൂടുതൽ ധാരാളം സൗകര്യങ്ങളോ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ പോകാനാണ് ഇന്നത്തെ ജനറൽ പബ്ലിക് അതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. With this concept, the image of the hospital gradually become good. അതനുസരിച്ച് ഇന്ന് ഹോസ്പിറ്റലിന്റെ ഇമേജ് ഒരു കൺസെപ്റ്റ് ഒരു എന്താ പറയാ പഴയ നിന്നൊക്കെ മാറി ഒരു നല്ലൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദേ ബീയിങ് അറൈസൺ അഗൈൻ ഫ്രം ജസ്റ്റ് ബീയിങ് ദ സെന്റർ ഓഫ് അവർ മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ടു എ ഫെസിലിറ്റീസ് പ്രൊവൈഡിങ് കോംപ്രഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്. അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താണ്? ഒരു പുതിയൊരു ആശയത്തിലേക്ക് വന്നേക്കാണ്. അതിന്റെ ഹോസ്പിറ്റൽ ഗ്രാജുവലി ബിക്കം ഗുഡ്, ഒരു നല്ല രീതിയിലേക്ക് വന്നിട്ടാണ്. അതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയും കൊടുക്കുന്നത് മാത്രമല്ല, അതിന്റെ ഒപ്പം തന്നെ ധാരാളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. കോംപ്രഹെൻസീവ് എന്ന് വെച്ചാൽ സമഗ്രമായ, കോംപ്രഹെൻസീവ് സമഗ്രമായ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞ മീനിങ് രോഗശാന്തി നൽകുക, അതിന് എന്താ പറയാ പ്രതിരോധിക്കുന്ന, അങ്ങനെ ഇടുന്നത് പ്രതിരോധിക്കുന്ന. ക്യൂറേറ്റീവ് ആണ് കറക്റ്റ് രോഗശാന്തി നൽകുന്നത്. ആൻഡ് റീഹാബിലിറ്റേഷൻ പുനരധിവാസ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇത്രയും ഫെസിലിറ്റീസും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും മാത്രമേ നൽകുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താണ്? ആ മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റിനൊപ്പം തന്നെ ധാരാളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്? പ്രൊവൈഡിങ് കോംപ്രഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ് ആണ് ഹോസ്പിറ്റൽസ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ആ 2 പാരഗ്രാഫിൽ അത്രേ ഉള്ളൂ. അപ്പൊ പഴയ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ആശയം ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ട്രീറ്റ്മെന്റ് മാത്രമല്ല അവിടെ നൽകുന്നത്, ഹീലിംഗ് സെന്റേഴ്സ് മാത്രമല്ല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞേക്കുന്നത്? കോംപ്രഹെൻസീവ് അതായത് സമഗ്രമായിട്ടുള്ളതും, പ്രിവെന്റീവ് പ്രതിരോധം, ക്യൂറേറ്റീവ് രോഗശാന്തി നൽകുന്നതും, അതുപോലെ റീഹാബിലിറ്റേഷൻ പുനരധിവാസ കേന്ദ്രങ്ങൾ കൂടി ആയിട്ടുണ്ട് ഹോസ്പിറ്റൽ. അത്രയും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെ ധാരാളം ഫെസിലിറ്റീസ് ഉള്ള ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ. ഇനി ജസ്റ്റ് ഇനി തന്നേക്കുന്നത് ഡെഫിനിഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഹോസ്പിറ്റൽ. വാട്ട് ഈസ് ഹോസ്പിറ്റൽ? എന്താ ഹോസ്പിറ്റൽ? എന്താ ഹോസ്പിറ്റല്? വാട്ട് ഈസ് ഹോസ്പിറ്റൽ? എല്ലാരും പോയിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകാത്തവർ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ അസുഖത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, വെരി ഗുഡ്. എന്താണ് നമ്മൾ എന്തിനാ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോകുന്നത്? ഒന്നെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകും, അല്ലെങ്കിലോ നമുക്ക് ഡിസീസ് ആകുമ്പോ പോകും. അവിടെ ചെല്ലുമ്പോ എന്താ തരുന്നേ? അവിടെ നമ്മുടെ ഡിസീസ് അല്ലെ? ഡിസീസ് ആദ്യം ഡയഗ്നോസ് ചെയ്യും ഡോക്ടർ. അതിപ്പോ പല ടെക്നിക്കിലൂടെ ഇമേജിംഗ് ടെക്നിക്ക്, സ്കാനിങ്, ആദ്യം അങ്ങനെയുള്ള ഇതാണ്. ഏതായാലും നമുക്ക് പല ടെക്നിക്കിലൂടെ ഡോക്ടർ നമ്മുടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നു, നമുക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നു, അല്ലെ? മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ഇവിടെ ചെറിയൊരു ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത്. ഇത് കാണാതെ ഒന്നും പഠിക്കണ്ട കേട്ടോ. ആദ്യം പറയാം, ഡെഫിനിഷൻ ആയിട്ടൊന്നും എക്സാമിന് ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താണ്? ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇഞ്ചുറീഡ് പീപ്പിൾ. എല്ലായിട്ടുള്ളവർക്കോ ഇഞ്ചുറി സംഭവിച്ച ആളുകൾക്കൊക്കെ എന്താണ് മെഡിക്കൽ കെയർ, മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ആയിട്ടുള്ളതും പിന്നെ അത് സർജറി വേണമെങ്കിൽ അങ്ങനെ സർജിക്കൽ ട്രീറ്റ്മെന്റും നഴ്സിംഗ് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്
ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇഞ്ചുറി പീപ്പിൾ. കിട്ടിയോ? ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ 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 അണ്ടർസ്റ്റാൻഡ്? ഓക്കെ 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 ഓക്കെ. ഇനി നെക്സ്റ്റ് താഴെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ് ഫിസിഷ്യൻ. ഹു ഈസ് ഫിസിഷ്യൻ? ആരാ ഫിസിഷ്യൻ എന്ന് പറഞ്ഞ? ഫിസിഷ്യൻ ആരാ? ആ എനിക്ക് അറിയാവുന്ന റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് കറക്റ്റ് ചെയ്യാലോ. ആരാണ്? റോഷിനിയാണ് ഇവിടെ മാറ്റിയത്. സുലൈമാനാണോ? ആരാണ്? എന്താ ഫിസിഷ്യൻ? ഹു ഈസ് ഫിസിഷ്യൻ? ജനറൽ ഡോക്ടർ ആണ്. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഡോക്ടർ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ചെയ്യുമ്പോൾ നമുക്ക് ഫിസിഷ്യനെ കാണുക, അപ്പൊ ഡോക്ടർ നമ്മൾ ട്രീറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും നമുക്കത് ഓരോന്നും ഫിസിഷ്യൻ ഏതാന്ന ഡിസീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് പിന്നെ അതിന്റെ ഓരോ സ്പെഷ്യൽ ഡോക്ടേഴ്സിനെ കാണണമെങ്കിൽ അത് റെഫർ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ നോർമലാണ് നമുക്ക് ഫിസിഷ്യനെ കണ്ടാലും മതി. ഇസ് എ ജനറൽ ഡോക്ടർ. ഓക്കെ, സർജറി കാര്യങ്ങളൊന്നും ചെയ്യൂല അദ്ദേഹം. ജനറൽ ഡോക്ടറാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ് ഫിസിഷ്യൻ, സർജൻ ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്. ആരെയൊക്കെ യൂസ് ചെയ്യുന്നതാന്ന് നോക്കിയേ? ഫിസിഷ്യൻ, സർജൻ ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫിനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഏതൊക്കെ ഫെസിലിറ്റിയാന്ന് നോക്കിയേ? പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞത് തന്നെ. ഡയഗ്നോസിസ്, അവിടെ ഡയഗ്നോസ് ചെയ്യും. നമ്മുടെ രോഗം എന്താണെന്ന് ആദ്യം ഡയഗ്നോസ് ചെയ്യണം. ഡയഗ്നോസിസ്, പിന്നെ അതുപോലെ പല തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പുനരധിവാസ കേന്ദ്രങ്ങള്, പിന്നെ അതുപോലെ പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ നൽകുന്നു. അത് റിസർച്ച്, പല പല റിസർച്ച്. അപ്പൊ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ എന്താ പറയാ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ ഫിസിഷ്യനെ, സർജനെ, ടെക്നിക്കൽ സ്റ്റാഫിനെയൊക്കെ യൂസ് ചെയ്ത് ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. Professionally and technically skilled people apply their knowledge and skill with the help of complicated equipments and appliances to provide quality care for the patient. ഇപ്പൊ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ അവര്. MBBS കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രൊഫഷണലി അതുപോലെ തന്നെ ടെക്നിക്കലി സ്കിൽഡ് ആണ് അവര്. പീപ്പിൾ അപ്ലൈ ദെയർ നോളജ്, അവരുടെ നോളജ് അവർ അപ്ലൈ ചെയ്യുക, അവരുടെ അറിവുകൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് സ്കിൽസ്, കഴിവുകളും നോളജ് ഒക്കെ അപ്ലൈ ചെയ്ത് വിത്ത് ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് അല്ലെ. പല എക്യുപ്മെന്റ്സുകൾ വേണ്ടേ? ഡോക്ടർ മാത്രം മതിയില്ല. അപ്പൊ നമ്മൾ പനിയുണ്ടോ എന്ന് നമുക്ക് ഫീവറായിട്ട് ചെന്ന് കഴിഞ്ഞ് പനിയുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഡോക്ടർ എങ്ങനെ നോക്കാം? കൈ തൊട്ട് നോക്കണേ. കൈ അവിടെ ഏതാ യൂസ് ചെയ്യുന്നതോ? സ്റ്റെതസ്കോപ്പ്. ആ ഒരു എക്യുപ്മെന്റ് വേണ്ടേ അവിടെ നമുക്ക് ടെമ്പറേച്ചർ നോക്കാനായിട്ട് അല്ലെ? സിമ്പിൾ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള പല എക്യുപ്മെന്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നോക്കണമെങ്കിലാണെങ്കിലും നമുക്ക് എന്താ പറയാ സ്കാൻ ചെയ്യണം. പിന്നെ ബോൺസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അവിടെ എക്സ്റേ എടുക്കണം. അങ്ങനെ പല പല എക്യുപ്മെന്റ്സുകൾ, അതുപോലെ തന്നെ പല എന്താ പറയാ അവിടെ ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി അവരുടെ നോളേജും സ്കിൽസും അവരെന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കണേ? ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ കെയറിന് വേണ്ടിയിട്ടാണ് അല്ലെ. അവർക്ക് എന്താ? നമ്മളെ ബെറ്റർ ആക്കി വിടുക, നമ്മുടെ ആ ഹെൽത്ത് വീണ്ടെടുക്കുക. ഇതല്ലേ ഡോക്ടർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഡിസീസ് ആയിട്ട് ചെയ്യുന്നു, നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നൽകുന്നു, മെഡിസിൻസ് നൽകുന്നു. അതിപ്പോ നമ്മളോട് അവർ പറയുന്ന രീതിയിൽ നമുക്ക് കഴിക്കാൻ പറയുന്നു. നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ എന്താ പറയാ നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആവുന്നു അല്ലെ. അപ്പൊ ഇതെല്ലാം എങ്ങനെ പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ നോളജും സ്കിൽസും ഒക്കെ കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റൽ ഹെൽപ്പോട് കൂടി അവരെന്ത് ചെയ്യുന്നു? അവിടെ അപ്ലൈ ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റിന്റെ ക്വാളിറ്റി കെയറിനാണ്, സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇൽ. നമ്മൾ പറഞ്ഞാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ പ്ലേസ് ഫോർ ഡയഗ്നോസ് ചെയ്യുന്ന, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്,
ഡയഗ്നോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഇല്ലായിട്ടുള്ളവർക്ക് രോഗം ഡയഗ്നോസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് നൽകുന്ന പ്ലേസ് ആണ്. ആൻഡ് ബ്രിങ് ബാക്ക് ഓഫ് ദ ഹെൽത്ത്, അവർ എന്തിലേക്ക് തിരിച്ചു വരുന്നു? അവരുടെ പഴയ ഒരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ചെയ്യുന്നു. ആൻഡ് വെൽ ബീയിങ് ഓഫ് ദോസ് ടെമ്പറലി പ്രിവെന്റഡ് ഫ്രം എൻജോയിങ് ദീസ്. അപ്പൊ ടെമ്പററി ആയിട്ട് ഇങ്ങനെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടവരുടെ ഒക്കെ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റിലൂടെ എന്ത് ചെയ്യുന്നു? അവരുടെ എന്താ പറയാ ആരോഗ്യത്തിലേക്ക് തിരിച്ചു ബ്രിങ് ബാക്ക് ഓഫ് ദ ഹെൽത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഡെഫിനിഷൻ ആണ്. ഹോസ്പിറ്റൽ എന്താന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. പിന്നെ കുറച്ചും കൂടി നെക്സ്റ്റ് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫിസിഷ്യനെ, സർജനെ, ടെക്നിക്കൽ സ്റ്റാഫിനെ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ധാരാളം ഫെസിലിറ്റീസ്, അത് ഓരോന്നും പറഞ്ഞു, ആ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. അവിടെ എന്ത് ചെയ്യുന്നു? ഈ ടെക്നിക്കലി, പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ നോളേജും അതുപോലെ സ്കിൽസ് ഒക്കെ അവിടെ കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ് സഹായത്തോടു കൂടി അവിടെ അപ്ലൈ ചെയ്യുന്നു. ഇതെല്ലാം പേഷ്യന്റിന്റെ കെയറിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ഡയഗ്നോസ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇല്ല നമ്മുടെ ഇല്ലൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ആൻഡ് ബ്രിങ് ബാക്ക് ഓഫ് ദ ഹെൽത്ത്, നമ്മുടെ പഴയ ഒരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ തന്നേക്കണേ WHO. അതൊന്ന് നോട്ട് ചെയ്യണേ. WHO എക്സ്പാൻഡഡ് ഫോം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴേ പറഞ്ഞു തരികയാണ് കേട്ടോ. എക്സ്പാൻഡഡ് ഫോം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു എക്സ്പാൻഡഡ് ഫോം ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പഠിക്കുമ്പോൾ തന്നെ ഓരോ എക്സ്പാൻഷൻ വരുമ്പോ അത് അപ്പൊ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, WHO എന്താണ് എക്സ്പാൻഡഡ് ഫോം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് WHO, അല്ലെങ്കിൽ വെറുതെ ചോദിക്കാം എക്സ്പാൻഡ് WHO. അങ്ങനെ ഏതെങ്കിലും രീതി ചോദിക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പഠിച്ചോളാം കേട്ടോ. ഇനി ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് താഴെ ഇവിടെ പാരഗ്രാഫ് തന്നിരിക്കുന്നത്. ജസ്റ്റ് ആ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം, നമുക്ക് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. A hospital is an integral part of any medical and social organization. മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഇന്റഗ്രൽ പാർട്ട് എന്ന് വെച്ചാൽ എന്താ? ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷൻ സംഘടനയുടെ ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ. ദ ഫങ്ഷൻ ഓഫ് വിച്ച് ഈസ് to provide for a population complete health care. എന്താ ഫങ്ഷൻ എന്ന് പറഞ്ഞാ? എന്താണ്? ഹെൽത്ത് കെയർ അല്ലെ? പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു നല്ലൊരു ആരോഗ്യം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ജീവിതം. ജനങ്ങൾക്ക് ഒരു നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ബോത്ത് അതെങ്ങനെയൊക്കെയാന്നൊക്കെ, ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗശാന്തി നൽകുന്നതും അതുപോലെ തന്നെ പ്രിവെന്റീവ് പ്രതിരോധമായിട്ടുള്ള നല്ലൊരു കംപ്ലീറ്റ് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ പേഷ്യൻസിന് മാത്രമല്ല പേഷ്യൻസിന്റെ ഫാമിലിക്കും ആൻഡ് റീച്ച് ഔട്ട് ഓഫ് ദ ഫാമിലി ആൻഡ് ഇറ്റ്സ് ഹോം എൻവയോൺമെന്റ്. അപ്പൊ ആ ഒരു പേഷ്യന്റ് മാത്രമല്ല, ഇപ്പൊ എന്താണ്, പേഷ്യന്റിന്റെ ഒരു ഫാമിലിക്കും അതിന്റെ ഒരു ചുറ്റുപാടും കൂടി സർവീസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. Then the hospital is also a center for the training of health workers and biosocial research. അതുകൂടാതെ എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ ഈസ് ഓൾസോ എ സെന്റർ ഫോർ the training of health workers and biosocial research. ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോസോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെയും ഒക്കെ ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ആ ഡെഫിനേഷനിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കുക. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാന്ന് പറഞ്ഞു. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് പ്രൊവൈഡ് ഫോർ ദ പോപ്പുലേഷൻ
കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, ജനങ്ങൾക്കൊരു നല്ലൊരു ആരോഗ്യം, ജീവിതം, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രാധാന്യം ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ബോത്ത് അതെങ്ങനെയാണ്? ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് റീച്ച് ഔട്ട്. അപ്പൊ ഈ പേഷ്യന്റിന് മാത്രമല്ല അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞില്ല ടുഡേ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മാറിയിട്ടുണ്ട്, ഒരു ബിക്കം ഗുഡ്, നല്ലൊരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് സർവീസ് റീച്ച് ഔട്ട് ഓഫ് ദ ഫാമിലി ആൻഡ് ഇസ് ഹോം എൻവയോൺമെന്റ്. പേഷ്യന്റിനും അതിന്റെ ഒരു ഫാമിലിക്കും കൂടി ഒരു സർവീസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻഡ് ദെൻ ദി ഹോസ്പിറ്റൽ ഈസ് ഓൾസോ ദ സെന്റർ ഫോർ ട്രെയിനിങ് ഓഫ് ദ ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ബയോസോഷ്യൽ റിസർച്ച്. ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോസോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെയും ഒരു എന്താണ് പറയുന്ന ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ എനിക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളൊന്നും തരണ്ട. അവിടെ ഡെഫിനേഷനും WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് വേണമെങ്കിൽ അവിടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നോട്ട് ചെയ്തു മാഡം. നോട്ട് ചെയ്തു. അത് ഓരോ ക്വസ്റ്റ്യൻ ഷുവർ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തതിൽ ഒരു എക്സ്പാൻഡഡ് ഫോം ഉണ്ടാക്കി. ഇപ്പൊ എന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നിഷ്മിസിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ആദ്യമായത് ഒരു എക്സ്പാൻഡഡ് ഫോം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഓരോന്ന് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ ഓരോന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ. എന്താണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഹോട്ടല്, ഹോസ്പിസ് എന്ന് പറഞ്ഞ വേർഡ്സ് ഒക്കെ ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡായ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. ഇതിന്റെ മീനിങ് ഗസ്റ്റ് ഓർ വിസിറ്റർ എന്നാണ്, അല്ലെങ്കിൽ വൺ ഹു പ്രൊവൈഡ് ലോഡ്ജിങ് ഫോർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ് ഓർ വിസിറ്റർ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, പഴയ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഇപ്പോ ഒരു 15 years ആയിട്ട് ഒരു പുതിയൊരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ക്ലിനിക് സെന്റേഴ്സ് മാത്രമല്ല, അതിന്റെ ഒപ്പം തന്നെ ധാരാളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡെഫിനിഷൻ ആണ്. ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, പിന്നെ നമ്മൾ ഇത്തിരി കൂടി കുറച്ച് ഫെസിലിറ്റീസ് അതിനകത്ത് വന്നു, ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, ഈ ഡെഫിനിഷനൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നതേ ഉള്ളൂ. അല്ലാതെ അഡീസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാതെ ഒന്നും പഠിക്കണ്ട കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 2 ഹിസ്റ്ററി ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് അത് തുടങ്ങി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും, മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഒരു ചാപ്റ്റർ നമ്മളത് എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ ഇരുന്ന് നിങ്ങൾ പഠിക്കും. ആ ഒരു കാര്യം ഞാൻ ഷുവറാക്കി പറയുകയാണ്. നമ്മൾ വീണ്ടും നമുക്കറിയാലോ ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ചില ആളുകളൊക്കെ കുറച്ച് നാളുകൾ ഗ്യാപ്പ് ഇട്ടിട്ട് ക്ലാസ്സിലേക്ക് കയറുന്നവരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും കൂടാത്ത രീതിയിൽ എല്ലാവരും ഒരേപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായവര് ഒന്ന് അവരോട് ഒന്ന് സഹകരിച്ചു പോകാം. നമ്മുടെ ഒപ്പം അവരെയും കൂടി നമുക്ക് എത്തിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ 2 ആണ്, ഹിസ്റ്ററി ആണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഈ ഒരു ഇതൊക്കെ നമ്മൾ സിലബസും കാര്യങ്ങളൊക്കെ പറഞ്ഞത് 4 മൊഡ്യൂളാണ് തിരിച്ചറിയുന്നത്. ഫസ്റ്റ് സെക്കൻഡ് കഴിയുമ്പോൾ എക്സാം ഉണ്ട്, പിന്നെ 3rd 4th പിന്നെ ഫൈനൽ എക്സാം അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇപ്പൊ വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ PDF ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ട്, നോട്ട്സ് കിട്ടും. അപ്പൊ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് അത് PDF അത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. പിന്നെ ബുക്ക് എന്തായാലും നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനും ഓരോ ബുക്ക് നിങ്ങൾ കരുതിയിരിക്കുക. ആ ബുക്കിന്റെ മുകളിലോ അല്ലെങ്കിൽ മുകളിലായിട്ടോ ആ മിസ്സിന്റെ പേരങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് 1-2 പ്രാവശ്യം ആ ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റുമല്ലോ. എന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, രമ്യ. ഓക്കെ, അപ്പൊ ജസ്റ്റ് അത് നിങ്ങൾ ഓരോ ബുക്ക് ഒന്ന് കരുതി വെക്കാം കേട്ടോ. എന്നാ ക്ലാസ് ഞാനൊന്ന് വൈറ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവരും മാഡം ക്ലാസ് സൂപ്പർ ആയിരുന്നു മാഡം. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഞാൻ ക്ലാസ് വൈൻഡ് ചെയ്തോട്ടെ. Thank you, Okay, ma'am. ma'am. Okay. ബൈ മാം. ഓക്കെ മാം. Okay, ma'am. Bye.
ബൈ.